ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ ഫിഷ് കറിയാണ്. നമ്മൾ സാധാരണ വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഫിഷ് കറി ഉണ്ടാക്കുന്നത്. നമ്മുടെ ചേമ്പില്ലേ, വലിയ ചേമ്പും കൂടെ ഇട്ടിട്ടാണ് ഈ ഫിഷ് കറി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വലിയ ചേമ്പ് തന്നെ എടുക്കണം. ചെറിയ ചേമ്പിനെക്കാട്ടിലും ടേസ്റ്റ് വലിയ ചേമ്പിനാണ്. ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല പച്ച അയിലയാണ്, വലിയ അയിലയാണ്. അതിൻ്റെ കൂടെ ഈ ചേമ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഈ 2 ചേമ്പും ഞാൻ ഈ കറിക്കകത്തിടുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചേമ്പ് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെക്കണം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ കൂടെ നമ്മൾ ഈ ചേമ്പിട്ട് കഴിഞ്ഞാൽ വേവത്തില്ല, മീനധികം വേവില്ല. ഞാനിവിടെ ഫിഷ് ആണെങ്കിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളക്, പുളി, ഇഞ്ചി, ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതെല്ലാം ആവശ്യമുണ്ട്. പിന്നെ തക്കാളി, ഞാൻ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അരപ്പിന് തേങ്ങയുടെ കൂടെ മുളക് പൊടി, ഒരു പിഞ്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ ഉലുവ വറുത്ത് പൊടിച്ചത് അതും കൂടി ഇടണം. എന്നിട്ട് ചെറിയൊരു പീസ് ഇഞ്ചി ഇടണം, ചെറിയ ഉള്ളി ഇടണം. ഇഞ്ചി കൂടിപ്പോകരുത്. ഇഞ്ചി കൂടിപ്പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് വേറെ ആയിപ്പോവും. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന്, ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ടിട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും, അപ്പോൾ ഇഞ്ചി അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തും ചേർക്കാൻ. കരിയാപ്പിലയും കൂടെ നല്ല മൂത്ത് വരുമ്പോൾ പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ട് വഴറ്റണം. അതേപോലെ ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ ഈ കുടംപുളി ഇട്ട് വഴറ്റണം. അപ്പോൾ അധികം കൂടുതൽ പുളിയുടെ ആവശ്യം വരത്തില്ല. എണ്ണയ്ക്കകത്ത് വഴറ്റുമ്പോൾ നന്നായി പുളി ഇറങ്ങും. അതേപോലെ ഈ പുളിയാണെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ കറിക്കകത്തിടാൻ. ചിലരാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഇട്ടിട്ട് ആ വെള്ളം എടുത്ത് കറിക്കകത്ത് ഒഴിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അരപ്പില്ലേ, അത് ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റണം. ഇങ്ങനെ ഇത്രയും നന്നായി വഴറ്റി ആ എണ്ണ കുറച്ച് തെളിഞ്ഞ് വന്നതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയ്ക്കകത്ത് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചൊന്ന് വഴറ്റുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പച്ച മണം ഒന്ന് മാറിക്കിട്ടും, അതിനാണ്. അപ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് പകുതി തിള വരുമ്പോൾ നമ്മൾ ഈ മീനും അതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചേമ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വേവാൻ വെക്കണം. ഒന്നുകൂടെ ചേമ്പ് വേവിക്കാതെ മീനിൻ്റെ കൂടെ ഇട്ട് വേവിക്കാൻ നിൽക്കല്ലേ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പിന് വേവുണ്ട്, മീനിന് വേവ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ചേമ്പ് വേവിച്ചെടുത്തത്. അതേപോലെ ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കറിയുടെ തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. ലാസ്റ്റ് കുറച്ചുകൂടെ കരിയാപ്പില അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇവിടെ കറി വെന്തിട്ടുണ്ട്. കുറച്ചുകൂടെ എണ്ണ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ അടച്ച് വെക്കുക. ഇത് നമ്മൾ ഇനി സ്പൂണും തവിയൊന്നും ഇട്ട് ഇളക്കരുത്. ഇളക്കിക്കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ വേണം ചെയ്യാൻ. ചട്ടി ഇങ്ങനെ നല്ല കറക്കി കൊടുക്കണം. ഞാൻ 2-3 പ്രാവശ്യം ചട്ടി നന്നായിട്ട് കറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് തവി ഇട്ടിട്ട് അധികം ഇളക്കാത്തത്. ഇപ്പം നമ്മൾക്കിവിടെ ഇത്രയും ചാറ് മതി. ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലിട്ട് ഒഴിച്ചു കൊടുക്കണം. അതും ഒരു ടേസ്റ്റാണ്. ചേമ്പ് ആ മീൻ കറിക്കകത്ത് കിടന്ന് ഒന്നുകൂടെ വേവുമ്പോൾ ആ ചേമ്പിന് ഭയങ്കര ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. ചോറിന് വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു കറി മതി. ഇത് വേറെ നമുക്ക് പലഹാരത്തിൻ്റെ കൂടെ വേണേൽ ഈ മീൻ കറി എടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഒരു തണ്ടോടുകൂടി കരിയാപ്പില കറിയുടെ മുകളിൽ വെച്ച് കൊടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.